ഹായ്. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അതേപോലെ തന്നെ സുപ്രീം കോർട്ടിൽ ഒരു സിമിലർ പോസ്റ്റ് ഉണ്ട്, ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. 72,000-ഓളം സാലറി വരുന്ന ഈ പോസ്റ്റിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്, നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതേപോലെ തന്നെ വേക്കൻസി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 241 വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ലെവൽ 6 ആണ് പേ മാട്രിക്സിന്റെ. ഇനീഷ്യൽ ബേസിക് പേ എന്ന് പറയുന്നത് 35,400 രൂപയാണ്, 35,400. എന്നാലും ഗ്രോസ് സാലറി ആസ് പെർ എക്സിസ്റ്റിംഗ് റേറ്റ് ഓഫ് അലവൻസസും എല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഇറ്റ് കംസ് അറൌണ്ട് 72,040 പെർ മന്ത് ആണ് വരുന്നത്. സോ അതാണ് ഇതിന്റെ ഒരു പേ മാട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റ്സ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ശ്രദ്ധിക്കുക. മാർച്ച് 8 ലാസ്റ്റ് ഡേറ്റ്. അതേപോലെ ആപ്ലിക്കേഷൻ ഫോം തുടങ്ങുന്നത് നാളെയാണ്. 5 ഫെബ്രുവരി മുതലാണ് ആപ്ലിക്കേഷൻ ഫോം തുടങ്ങുന്നത്. രാവിലെ 10 മണി മുതലാണ് ആപ്ലിക്കേഷൻ ഫോം. ഏതാണ് വെബ്സൈറ്റ് നോക്കേണ്ടത്? www.sci, അതായത് സുപ്രീം കോർട്ടിന്റെ വെബ്സൈറ്റ് ആണ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് sci.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ലിങ്ക് അവിടെ നമുക്ക് കിട്ടും. ക്ലോസിംഗ് ഡേറ്റ് ഓർക്കുക, മാർച്ച് 8 ആണ്. സോ മാർച്ച് 8 വളരെ മുമ്പായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുക. ഇനി ഏജ്, എത്ര പ്രായം വരെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? സോ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി ബിലോ 18 ഇയേഴ്സ്, 18 വയസ്സിൽ കുറയാൻ പാടില്ല. ആൻഡ് അപ്പർ ഏജ് ലിമിറ്റ് എത്രയാണ് പറയുന്നത്? 30 വയസ്സ് വരെ. ആൻഡ് ക്രൂഷ്യൽ ഡേറ്റ് ഏതാണ്? എല്ലാത്തിന്റെയും ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 8th മാർച്ച് ആണ് വരുന്നത്. സോ 8th മാർച്ച് 2025 ആണ്. സർട്ടിഫിക്കറ്റിനായാലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായാലും എല്ലാത്തിന്റെയും ക്രൂഷ്യൽ ഡേറ്റ് 8th മാർച്ച് ആണ്. യൂഷ്വൽ റിലാക്സേഷൻ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ്? SC, ST, OBC. അതേപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡും യൂഷ്വൽ റിലാക്സേഷൻ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ എക്സ് സർവീസ് മെന്നും റിലാക്സേഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, ഡിപ്പെൻഡൻസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. സോ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഡിപ്പെൻഡൻസ് ആണെങ്കിൽ അവർക്കും ഏജ് റിലാക്സേഷൻ സുപ്രീം കോർട്ടിന്റെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. വൺ മോർ കേസ്, ഒരു സ്പെഷ്യൽ കേസും കൂടി ശ്രദ്ധിക്കുക. ദർ വിൽ ബി നോ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ്. സോ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് എവിടെയാണ്? സുപ്രീം കോർട്ടിലെ രജിസ്ട്രിയിലുള്ള ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഈ 30 വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഒരു കേസ് അവർക്ക് ബാധകമല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കേസും കൂടി ശ്രദ്ധിക്കുക. ഹൗഎവർ നോ ഏജ് റിലാക്സേഷൻ വിൽ ബി അലൗഡ് ടു ദ കാൻഡിഡേറ്റ്സ് വർക്കിംഗ് ഇൻ അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. സോ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ 30 എന്ന് പറയുന്ന ഒരു ഏജ് ആണ് അവർക്ക് ബാധകമാവുന്നത്. സാധാരണ മറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നോട്ടിഫിക്കേഷനിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. സെൻട്രലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിലും ഇത്ര കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏജ് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഏജ് റിലാക്സേഷൻ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ്സിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ഡിപ്പാർട്ട്മെന്റ്സിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി തന്നെ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് വരുന്നത്. അപ്പം അക്കാര്യം ശ്രദ്ധിക്കുക. 30 ഇയേഴ്സ് എന്നുള്ളതും ക്രൂഷ്യൽ ഡേറ്റ് ഏതാണെന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി എന്താണ് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ എത്ര പെർസെൻറ്റേജ് വേണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പിൽ കംപ്ലീറ്റ് ചെയ്തതായിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അതേപോലെ തന്നെ മിനിമം സ്പീഡ്, ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കുന്ന 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. അത് അത്യാവശ്യം നല്ലൊരു സ്പീഡാണ്. അതും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഇതിന്റെയൊക്കെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ നോളജ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അതൊരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്? 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അത് 2 കാറ്റഗറീസിനാണ് വരുന്നത്. ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 1000 റുപ്പീസ് ആണ് ഫീ വരുന്നത്. എന്നാൽ 250 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ SC, ST, എക്സ് സർവീസ്മെൻ, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് ഫ്രീഡം ഫൈറ്റേഴ്സ് കാൻഡിഡേറ്റ്സ്, അതായത് ഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിനായാലും 250 റുപ്പീസ് ആണ് വരുന്നത്. പ്ലസ് ബാങ്ക് ചാർജസ് വരും. ഇനി നമുക്ക് സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ് നോക്കാം. സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഒന്ന് റിട്ടൺ ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. ഇങ്ങനെ 4 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് വരുന്നത്. ഇത് രണ്ടും ഒറ്റ ദിവസത്തിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതേ ദിവസം തന്നെയാണ് കഴിഞ്ഞ തവണ ഈ എക്സാം ക്ലിയർ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത്, അക്കാഡമിക് സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത് ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പ് കഴിഞ്ഞ ഉടനെ ആണ് അടുത്ത ടെസ്റ്റ് വരുന്നത്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്. ഒരേ സെന്ററിൽ ടൈപ്പിംഗ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നത്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇന്റർവ്യൂ. ഇങ്ങനെയാണ് ആ സ്റ്റേജസ് ഓഫ് എക്സാം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. എങ്ങനെയാണ്
എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര അവേഴ്സ് ആണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ആണെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും നേരത്തെ എഴുതിയ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത് ഇത് SSC പോലെയുള്ള ഒരു CBT എക്സാം ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു, അല്ലാതെ പേപ്പറിലായിരുന്നില്ല എക്സാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 100 ക്വസ്റ്റ്യൻസിൽ 50 ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പൊ എന്തായാലും ഒരു കോംപ്രിഹെൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 25 ചോദ്യങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് മാത്സ് ആൻഡ് റീസണിങ് അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് 25 ചോദ്യങ്ങൾ ജനറൽ നോളജിൽ നിന്നാണ് വരുന്നത്. സോ 25 ഫ്രം ആപ്റ്റിറ്റ്യൂഡ്, 25 GK ആൻഡ് 50 ക്വസ്റ്റ്യൻസ് ജനറൽ ഇംഗ്ലീഷ് എന്നാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റും ഏകദേശം സിമിലർ ആണല്ലോ, 50 ചോദ്യങ്ങൾ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. ഇത് കൂടാതെ കമ്പ്യൂട്ടർ നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റും ഈ ഒരു എക്സാമിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് 25 ചോദ്യങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് 2 മണിക്കൂർ എക്സാം വരുന്നത്. സോ 100 ചോദ്യങ്ങളും വരുന്നുണ്ട്, പ്ലസ് 25 ചോദ്യം കമ്പ്യൂട്ടർ നോളജിൽ വരുന്നുണ്ട്. സോ ടോട്ടലി 2 hours ആണ് എക്സാം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. ഒരേ ദിവസം തന്നെയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ദിവസം തന്നെയാണ് നടക്കേണ്ടത്. അത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് വരുന്നത്. സോ ടൈപ്പിംഗ് ടെസ്റ്റിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ആൻഡ് മിസ്റ്റേക്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3%. സാധാരണ എക്സാംസിലൊക്കെ നമ്മൾ 5% ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3% ഓഫ് ദ ടോട്ടൽ വേർഡ്സ് ടു ബി ടൈപ്പ്ഡ്. അതിന്റെ അത്ര വരെ മാത്രമേ, 3% വരെ മാത്രമേ മിസ്റ്റേക്സ് വരുത്താവൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് എക്സാം എത്രയാണ്? 10 മിനിറ്റ് ആണ് ടൈം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്, ദെൻ പ്രൈസി റൈറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ essay റൈറ്റിംഗും ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ സിമിലർ ടു ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സമയം കുറച്ച് കൂടുതലുണ്ട്, 2 hours ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലായിരിക്കും നമ്മൾ പോകേണ്ടി വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോട്ടോ, സിഗ്നേച്ചറും ഡോക്യുമെന്റ്സും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോയിൽ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. റീസൺ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, സിഗ്നേച്ചറും അതേപോലെ തന്നെ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യണം എന്ന് മാത്രമേ ഇന്നത്തെ ഒരു, അതായത് ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റിൽ വന്നിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് ഷുഡ് എൻഷുർ ദാറ്റ് ദ പർട്ടിക്കുലേഴ്സ് ഫിൽഡ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആർ കറക്റ്റ്. സോ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. കാരണം ബിഫോർ ഫൈനൽ സബ്മിഷൻ, കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ വൺസ് സബ്മിറ്റഡ് കനോട്ട് ബി വിഡ്രോൺ ഓർ മോഡിഫൈഡ്. സോ ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതർ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കുക. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കാൻഡിഡേറ്റ്സ് ഹാവ് ടു പ്രിവ്യൂ ദിയർ ആപ്ലിക്കേഷൻ. സാധാരണ ചെയ്യുന്നതാണല്ലോ. എന്ന് മാത്രമല്ല അവർ ഒരു അഡ്വൈസും കൂടി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൈവശം വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ്സ് ഒന്നും തന്നെ ബൈ പോസ്റ്റ് അയക്കില്ല. അതെല്ലാം സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ്സിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിലോ അല്ലെങ്കിൽ ബാങ്കിലോ പബ്ലിക് സെക്ടർ യൂണിറ്റിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതാത് എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേണം ഇന്റർവ്യൂവിന് ചെല്ലാൻ എന്നുള്ള കാര്യവും കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇൻ കേസ് എ കാൻഡിഡേറ്റ് സബ്മിറ്റ്സ് മോർ ദാൻ 1 ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമേ സബ്മിറ്റ് ചെയ്യാവൂ. ഇൻ കേസ് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഏതാണ് സബ്മിറ്റ് ചെയ്തത് അതാണ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡിന്റെ കേസിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണോ കൺസെഷൻസും ഫെസിലിറ്റീസും SSCയും UPSCയും റിട്ടേൺ എക്സാമിന് എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ കൺസെഷൻസ് അതേ ഫെസിലിറ്റീസും ആയിരിക്കും റിട്ടേൺ ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ TA ട്രാവൽ അലവൻസും അല്ലെങ്കിൽ DO അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന് സുപ്രീം കോർട്ട് കൊടുക്കുന്നില്ല, പേയബിൾ അല്ല എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഒരു വലിയ സംശയം എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയൊക്കെ ആയിരിക്കും സെന്റേഴ്സ്, അഥവാ കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാ സ്റ്റേറ്റ്സിലുമായിട്ട് തന്നെ 128 സെന്റേഴ്സ് ആണ് പറയുന്നത്. അതിലെ കേരളത്തിലെ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്: എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇത്രയുമാണ് സെന്റേഴ്സ് വരുന്നത്. അപ്പം ഓർക്കുക, സുപ്രീം കോർട്ടിലെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം തുടങ്ങുന്നത് 5 ഫെബ്രുവരിയാണ്, 5-ാം തീയതിയാണ്, അതായത് നാളെയാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8-ാം തീയതിയാണ്. ആ കാലയളവിനകത്ത് തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്.
ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്